രാഹുൽ ഗാന്ധിയുമായി വീണ്ടും കെ.സി. വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തുകയാണ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയതിൽ കെ. സുധാകരനും അതൃപ്തിയിലാണ്. പ്രഖ്യാപനത്തിന് മുമ്പ് ഏറെ നാടകീയതകൾക്കാണ് ഡൽഹി ഇന്നും സാക്ഷ്യം വഹിച്ചത്. ഇപ്പോഴും ആ നാടകീയതയ്ക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുകയാണ്. കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തിയിരിക്കുന്നു. സുനേഹരി ബാഗ് റോഡിലെ 5-ാം നമ്പർ വസതിയിലേക്ക് ഇപ്പോൾ കെ.സി. വേണുഗോപാൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് നൽകാൻ കഴിയും. ബൽറാം നെടുങ്ങാടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, വീണ്ടും ഇപ്പോൾ ആലോചനകൾ തുടരുകയാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അതിനുശേഷവും കെ.സി. വേണുഗോപാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ്. എന്തായിരിക്കും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? എന്തൊക്കെ വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്ന് നൽകാനുള്ളത്? അതിനു മുമ്പ് ബൽറാം, ഒരു കാര്യം കൂടി, അതായത് ഒരുപക്ഷെ ഈ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ ഈ ചർച്ച നടത്തുന്നത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കില്ല എന്ന കാര്യത്തിൽ നേരത്തെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ അറിയിപ്പ് നൽകിയതാണ്. രാഹുൽ ഗാന്ധി നേരത്തെ കെ.സി. വേണുഗോപാലുമായി ഈ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ചർച്ച നടത്തിയിരുന്നതുമാണ്. ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ച അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ളവരെ മന്ത്രിസഭയിലേക്ക് അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്നതും അവരുടെ വകുപ്പുകൾ, സുപ്രധാന വകുപ്പുകൾ നൽകണമെന്നതും സംബന്ധിച്ചുള്ള എന്തെങ്കിലും നിബന്ധനകൾ ഉന്നയിക്കുന്നതിനാണോ അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? ദിലീപ് കുമാർ GK, നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് കെ.സി. വേണുഗോപാലുമായി ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന സ്വഭാവമുള്ളതായിരുന്നു, അനുനയിപ്പിക്കുന്ന സ്വഭാവമുള്ള ഒരു കൂടിക്കാഴ്ചയായിരുന്നു അവിടെ വെച്ച് സുനേരി ബാഗിലെ 5-ാം നമ്പർ വസതിയിൽ വെച്ച് നടന്നത്. അതിൽ അദ്ദേഹത്തിന് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ തന്നെ ഉചിതമായ ഒരു പദവി, അദ്ദേഹത്തിന് അർഹമായ ഉചിതമായ ഒരു പദവി അദ്ദേഹത്തിന് ഉറപ്പാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഉറപ്പ് രാഹുൽ ഗാന്ധി നൽകിയിട്ടുണ്ട് എന്ന സൂചനയുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആളുകൾക്ക് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ മറ്റ് മന്ത്രിമാരെ തീരുമാനിക്കുന്നതിൽ അദ്ദേഹത്തിന് നിർണായക സ്വാധീനമുണ്ടാകും. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ട ശേഷം മാത്രമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. സ്വാഭാവികമായും കെ.സി. വേണുഗോപാൽ നിർദ്ദേശിക്കുന്ന പേരുകൾ അവർ മന്ത്രിമാരായി വരും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഒപ്പം അദ്ദേഹത്തിന് നൽകുന്ന പദവി എന്ത് എന്ന കാര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കൃത്യമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു സൂചന കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്നും ലഭിക്കുന്നില്ലെങ്കിൽ പോലും AICC അധ്യക്ഷ പദവി ഉൾപ്പെടെയുള്ളവ പരിഗണനയിലുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ വീണ്ടും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. നേരത്തെ ഈ ഒരു തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അദ്ദേഹം വൈകാരികമായ പ്രതികരണമാണ് നടത്തിയിരുന്നത്. AICC ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായി തുടരുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം വൈകാരികമായുള്ള ഒരു പ്രതികരണമാണ്. അത് വേണമെങ്കിൽ അതും നൽകാൻ തയ്യാറാണ്, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുചോദ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വൈകാരികമായ ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.